കൊടുത്തോളം അവൻ ഈ ശിഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ സഭയെ ലോകത്തിൽ അയച്ചിരിക്കുന്നത് ഈ അയക്കപ്പെട്ട അനുഭവം അത് വലിയ അധികാരത്തോടു കൂടിയാണ് കർത്താവ് അയച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നതായ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം യേശുവിൻ്റെ അധികാരത്തെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവൻ ഏത് തരത്തിലുള്ള അധികാരമാണ് പ്രയോഗിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നൽകി അവരെ അയക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ ശുശ്രൂഷിക്കുന്നതിനുള്ള ദൗത്യമാണ്, ശുശ്രൂഷിക്കുന്നതിനുള്ള അധികാരമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് എന്ന് വളരെ വ്യക്തമായി തൻ്റെ ശുശ്രൂഷയിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് കണ്ടെത്തുന്നതിന് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ താൻ ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യം തനിക്കുണ്ടായിരുന്നു. താൻ എവിടെയാണെന്നും താൻ എവിടേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ അറിഞ്ഞുകൊണ്ട് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൊരുങ്ങി അരയിൽ തുവാല ചുറ്റി കയ്യിൽ പാത്രമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് വെടിപ്പാക്കുന്ന ഒരു അനുഭവം അത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബേസിൻ ആൻഡ് ടവൽ, ടു പവർഫുൾ സിംബൽസ് ഓഫ് മിനിസ്ട്രി. ഈ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാകര വേലയുടെ അനുഭവങ്ങളിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ വളരെ ശക്തിമത്തായ 2 അടയാളങ്ങളാണ് ആ പാത്രവും തുവർത്തുന്നതിനുള്ളതായ തുവാലയും എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കർത്താവ് യേശുക്രിസ്തു ഈ ദൗത്യം നൽകി അയച്ചതായിട്ടുള്ള ശിഷ്യന്മാർ പിന്നീട് അവരുടെ ദൗത്യരംഗങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു എന്നാണ്. എനിക്കുള്ളത് നിനക്ക് തരുന്നു. വെള്ളിയും പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത്, ക്രിസ്തുവിൻ നിണമാണ് എന്ന് നമ്മൾ പാടാറുണ്ട്. അവൻ ഒഴിഞ്ഞു മാറുന്നതിനുള്ള ശ്രമമല്ലായിരുന്നു അവിടെ നടത്തി. പിന്നെയോ അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് സൗഖ്യമായിരുന്നു ആവശ്യമായിരുന്നത്, അതവന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമുക്കിതെല്ലാം ദാനമായിട്ട് നൽകിയിരിക്കുന്നു. ദാനമായി നൽകിയിരിക്കുന്ന ഈ അനുഭവങ്ങളെ ദാനമായി കൊടുക്കുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. സഭ ലാഭമുണ്ടാക്കുന്ന ഒരിടമല്ല, പിന്നെയോ ദാനമായി ലഭിച്ചതിനെ ദാനമായി നൽകുന്നതായ ഒരു ഇടമാണ്. അത് സമാധാനമാണെങ്കിലും കൊള്ളാം, സമ്മാനമാണെങ്കിലും കൊള്ളാം. നമുക്ക് ദാനമായി ലഭിച്ചതിനെയാണ് മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്.